ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പ്രചാരണ പദ്ധതി പുറത്തിറക്കിയ എൻ.ഡി.എ. കേന്ദ്രമന്ത്രിമാരും എൻ.ഡി.എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പ്രചാരണത്തിനായി ബീഹാറിലേക്ക് എത്തും. മഹാസഖ്യത്തിൽ സീറ്റ് സംബന്ധിച്ച സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നും കൂടി ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനീത വി.ജി തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. പാറ്റ്നയിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. പാട്നയിൽ കാര്യങ്ങളൊക്കെ സുഖകരമായി പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിക്ക് മുൻപിലാണ്. ഇന്നലെ അമിത്ഷാ ഇവിടെ എത്തി നിതീഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ.ഡി.എ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രചരണവും ഒക്കെയായി മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അമിത്ഷായുടെ ഒരു പ്രസ്താവന അത് വലിയ വിവാദത്തിലേക്കടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. ജെ.ഡി.യു നേതാക്കൾക്കടക്കം അതിൽ വലിയ അതൃപ്തി അടക്കം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യഘട്ടത്തിലൊക്കെ നിതീഷ് കുമാർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും, നിതീഷ് കുമാർ തന്നെ എൻ.ഡി.എ നയിക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ഘട്ടത്തിൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിലാണ് അമിത്ഷാ പറയുന്നത്, ഞങ്ങൾ മുഖ്യമന്ത്രിയെ പിന്നീടായിരിക്കും തീരുമാനിക്കുക, അത് ബി.ജെ.പിയും സഖ്യകക്ഷികളും ഒക്കെ അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, അതാണ് ഞങ്ങളുടെ പതിവ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ വലിയ വിയോജിപ്പ് നേതാക്കൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ജെ.ഡി.യു എം.പി സഞ്ജയ് ജാ ഇന്നലെ അതുമായി ബന്ധപ്പെടുത്തി വളരെ കൃത്യമായി അവരുടെ ഒരു നിലപാട് കൂടി വ്യക്തമാക്കുകയുണ്ടായിരുന്നു. നിതീഷ് കുമാർ തന്നെ ആയിരിക്കും എൻ.ഡി.എയുടെ മുഖമെന്ന് തന്നെയാണ് ജെ.ഡി.യു എം.പിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും അമിത്ഷായുടെ ആ പ്രസ്താവന വലിയ വിവാദവും ഒപ്പം തന്നെ നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തിയും ഒക്കെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്നലെ പട്നയിലെത്തിയ അമിത്ഷാ എനിക്ക് പിന്നിൽ കാണുന്ന ഈ നിതീഷ് കുമാറിന്റെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടിക്കാഴ്ചയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട്. ഏത് രീതിയിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചരണ പദ്ധതികൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ എൻ.ഡി.എ സർക്കാർ ബീഹാറിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വികസനങ്ങൾ ഉൾപ്പെടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ആ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആശങ്കകളും അതൃപ്തിയും ഒക്കെ തന്നെ തുടരുകയാണ്. ഇന്നലെയായിരുന്നു ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിച്ചത്. നേതാക്കൾ പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളൊക്കെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഏതൊക്കെയാണ് ആ സ്ഥാനാർത്ഥികൾ, എവിടെയൊക്കെയാണ് മത്സരിക്കുന്നതെന്നൊന്നും ഔദ്യോഗികമായി മഹാസഖ്യം ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് വലിയ അതിർത്തിയിലടക്കം ആ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ സീറ്റ് കോൺഗ്രസ് ആവശ്യപ്പെട്ടതൊക്കെ വലിയ തലവേദനയിലേക്ക് എത്തിച്ചു എന്നാണ് നേതാക്കൾ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഒരു സൗഹൃദ മത്സരത്തിനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ബഗുസരായിലെ ബച്ച്വാരയിൽ അതിൽ CPI-യും കോൺഗ്രസും ഒന്നിച്ച സ്ഥാനാർത്ഥികളെ ആ മേഖലയിൽ നിർത്തിയിരിക്കുകയാണ്. മഹാസഖ്യം തെരഞ്ഞെടുപ്പിനോട് അടുത്തപ്പോൾ തന്നെ തകർന്നു എന്ന് എൻ.ഡി.എ ആരോപിച്ചു തുടങ്ങി. പക്ഷേ അതേസമയം മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാറിനെ ഇത്തവണ ബി.ജെ.പി കൈവിടുന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളും അത്തരത്തിലേക്കുള്ള പ്രചരണ രീതിയും ഒക്കെയാണ് മഹാസഖ്യത്തിലെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങൾക്ക് വേഗതയല്ല, ഞങ്ങൾക്ക് ഏകോപനമാണ് പ്രാധാന്യമെന്നും ഈ എൻ.ഡി.എയുടെ ആരോപണങ്ങൾക്ക് ബദലായി മഹാസഖ്യത്തിലെ നേതാക്കൾ ഒരു ആരോപണം എന്ന രീതിയിൽ, ഒരു അഭിപ്രായം എന്ന രീതിയിലൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ആ ഒരു അഭിപ്രായം മുന്നോട്ട് കൊണ്ടുവന്ന് അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നടക്കം വലിയ ആശങ്കയുണ്ട്. കാരണം സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഏകോപിപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു വീഴ്ചയുണ്ടായോ എന്നൊക്കെ തന്നെ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. കാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള കാര്യങ്ങളോ ഒന്നും ഒരു ഔദ്യോഗികമായി പോലും പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് എത്താനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. അതിൽ വലിയ വിയോജിപ്പ് നേതാക്കൾക്കിടയിൽ തന്നെ ഉണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.